കോട്ടയം ചിങ്ങവനം പാർക്കിൽ നിന്നുള്ള മിനിലാൽ അയച്ചു തന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. മാമ്പഴ പുളിശ്ശേരിയാണ് തയ്യാറാക്കുന്നത്. ഈ മാമ്പഴ പുളിശ്ശേരിയുടെ പ്രത്യേകത, ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. അതിന് പകരം പച്ചമുളക് ചേർത്തുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ: മാമ്പഴം നല്ല പഴുത്തത്, തൈര് 1 കപ്പ് തൈര്, 1 മുറി തേങ്ങ, 4 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഉലുവ, കുറച്ച് ജീരകം, കുരുമുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, എണ്ണ, ഉപ്പ്. ഇതിൻ്റെ കൂടെ കീറി വെച്ച പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി എന്നിവയിട്ടിങ്ങനെ ചെറുതായിട്ടൊന്ന് വഴറ്റണം. സാധാരണ ചെറിയ മാങ്ങ ഉപയോഗിച്ചാണ് മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുന്നത്. ഇപ്പോൾ ചെറിയ മാങ്ങ കിട്ടാത്തത് കൊണ്ടാണ് തൽക്കാലം ഇതുകൊണ്ട് വയ്ക്കുന്നത്. കുറച്ച് സമയം നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്ക് തീ ഓഫാക്കാം. ആ സമയം കൊണ്ട് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കി കൊണ്ടുവരാം. അതിന് വേണ്ടത് 1 കപ്പ് തേങ്ങ, 3 അല്ലി വെളുത്തുള്ളി, 1 സ്പൂൺ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്. ഇനി നമുക്കിത് നല്ല മഷി പോലെ അരച്ചുകൊണ്ട് വരാം. ഇനി ഇത് നമുക്കൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. അടച്ചു വെച്ച് തിളപ്പിക്കാം. തിളച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ച് വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ടിത്തൈര്, ഒരു പാത്രം കട്ടിത്തൈര് ചേർക്കാം. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു തിള വരാൻ മാത്രമേ പാടുള്ളൂ, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. കറിയുടെ ടേസ്റ്റും പോവും. ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. തിള വന്നിട്ടുണ്ട്. ഇനി ഇറക്കി വെച്ചിട്ട് നമുക്ക് കടുക് വറുത്തിടാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉലുവ, കടുക്, ഈ റെസിപ്പി അയച്ചു തന്ന മിനിലാലിന് വളരെയധികം നന്ദിയുണ്ട്. ഈ മാമ്പഴ പുളിശ്ശേരി എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കി നോക്കുക.